പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ പുതിയ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളും വകുപ്പുതല ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വയനാട് ദുരന്തത്തെ പരാമർശിച്ചുകൊണ്ട് പ്രസ്താവിച്ചു. പ്രളയകാലത്ത് നാം ഇത് കണ്ടതാണ്. 2018 19-ലുണ്ടായ അതിരൂക്ഷമായ കാലവർഷക്കെതിരെ ഘട്ടത്തിലും സുദൃഢമായ സേവനം നാം കണ്ടതാണ്. തുടർന്ന് കോവിഡ് കാലത്തും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന് കഴിഞ്ഞു. എന്നാൽ അടുത്ത കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്ട് നടന്ന അപകടമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അഗ്നിരക്ഷാ വകുപ്പിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, അതേപോലെ തന്നെ സ്ക്യൂബ ഡൈവിംഗ് ടീം, ഇവയിലെ അംഗങ്ങൾ നടത്തിയ ഇടപെടലുകളും അത് കണ്ടവരും അറിഞ്ഞവരുമായ സകലമാന പേരും അങ്ങേയറ്റം പ്രശംസിച്ചു വന്നായിരുന്നു. അത്ര പ്രശംസനീയമായ രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിലത്തെ രംഗമാണ് വയനാട് ദുരന്തഭൂമിയിൽ നാം കണ്ടത്. സമാനതയില്ലാത്ത രക്ഷാപ്രവർത്തനം എല്ലാവരും ഏകോപിതമായാണ് അവിടെ നടത്തിയത്. എല്ലാവരും സുദൃഢമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അതിൽ ആദ്യം പറഞ്ഞതുപോലെ ഒട്ടും പുറകിലല്ലാതെ പലതിലും മുന്നിൽ തന്നെയാണോ എന്ന് തോന്നിക്കുമാറുള്ള പ്രവർത്തനമാണ്. ടി മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറൽ K. പത്മകുമാർ IPS, അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ അരുൺ അൽഫോൺസ്, തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാരായ PV വത്സല, VM ഉണ്ണികൃഷ്ണൻ, KF അലക്സാണ്ടർ, MV സുനിൽകുമാർ, TR രാമേന്ദ്രൻ, മറ്റ് ജനപ്രതിനിധികളായ T തമ്പാൻ, M രാഘവൻ, രജനി മോഹൻ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു.